ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായി സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പുവരുത്തുമെന്ന് കൊച്ചി മേയർ വി കെ മിനിമോൾ. കാർണിവലിനെത്തുന്നവരുടെ ഭാഗത്തുനിന്ന് കൃത്യമായി നിർദ്ദേശങ്ങൾ പാലിക്കുന്ന സമീപനം ഉണ്ടാവണമെന്നും മേയർ പറഞ്ഞു. സുരക്ഷാ ക്രമീകരണവുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നിരുന്നു. പുതുവത്സര ആഘോഷങ്ങളുടെ തിരക്കുകളിലാണ് ഇന്ന് കൊച്ചി നഗരം. കഴിഞ്ഞ വർഷത്തെ പോലെയല്ല, ഇത്തവണ 2 ഇടങ്ങളിലായിട്ടാണ് പപ്പാനിയെ ഒരുക്കിയിരിക്കുന്നത്. അതെന്തായാലും സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ അപ്പോഴും അവിടെ ആശങ്ക കൂടി നിലനിൽക്കുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നതും ഈ തിരക്ക് തന്നെയാണ്. ബിനാലെ കാർണിവൽ ആഘോഷങ്ങൾക്കായി വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം നിരവധി പേരാണ് കൊച്ചിയിലെത്തുന്നത്. സന്ദർശകരുടെ ഒഴുക്ക് വർദ്ധിച്ചതോടെ മട്ടാഞ്ചേരി, ഫോർട്ട് കൊച്ചി ഭാഗങ്ങളിൽ മണിക്കൂറുകളോളം യാത്രക്കാർ ഗതാഗത കുരുക്കിൽപ്പെട്ട് കിടക്കുന്നത് സ്ഥിരം കാഴ്ചയാണ്. ന്യൂ ഇയറിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ തിരക്ക് നിയന്ത്രണാതീതമാകുമെന്ന ആശങ്കയും പ്രദേശവാസികൾ പങ്കുവച്ചിരുന്നു. ഇത് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനു കൂടിയാണ് അവലോകന യോഗം ചേർന്നത്. സുരക്ഷാ ക്രമീകരണങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും കൊച്ചിയിൽ പതിവില്ലാത്ത വിധം കഴിഞ്ഞ വർഷത്തേക്കാളൊക്കെ കൂടുതലായിട്ട് ആളുകൾ എത്തിച്ചേരുന്നുണ്ട്. ഫോർട്ട് കൊച്ചി നമുക്കറിയാം, ഒരു ചെറിയ പ്രദേശമാണ്. ആ പ്രദേശത്ത് ഒരുപാട് ആളുകൾ കയറി വന്നിട്ടുണ്ടെങ്കിൽ അവിടെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ട ക്രമീകരണങ്ങൾ എടുക്കുന്നതിന് പ്രായോഗികമായി ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാൽ പോലും നമ്മൾ മാക്സിമം ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് ജനങ്ങളോടുള്ള അഭ്യർത്ഥന എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു സ്ഥലത്തേക്ക് ഒന്നിച്ചു വരാതെ പല സ്ഥലങ്ങളിലായിട്ട് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും ഒരു അപകടം നമുക്ക് ഉണ്ടാക്കുന്നത് ഒഴിവാക്കാം. ആ ഒരു സഹകരണമാണ് ജില്ലാ ഭരണകൂടത്തിനും കൊച്ചിൻ കോർപ്പറേഷൻ അധികൃതർക്കും കാർണിവൽ കമ്മിറ്റികൾക്കും നിങ്ങൾ നൽകേണ്ടത്. വെളിമൈതാനത്ത് നടന്ന ക്രിസ്മസ് ആഘോഷങ്ങളിലും ഗതാഗത നിയന്ത്രണങ്ങളെ സംബന്ധിച്ച് വലിയ ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി പാർക്കിംഗ് സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും ഗതാഗത നിയന്ത്രണങ്ങൾ ക്രമീകരിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടെന്ന് ഡെപ്യൂട്ടി മേയർ ദീപക് ചോയ് പറഞ്ഞു. കളക്ടറുടെ നേതൃത്വത്തിൽ കൃത്യമായ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് പാർക്കിംഗ് ഉൾപ്പെടെയുള്ളതിന് പാർക്കിംഗ് ഗ്രൗണ്ടുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ജനങ്ങൾ കൂടുതൽ ഭരണകൂടവുമായി സഹകരിച്ച് മുന്നോട്ട് പോകണം. കാരണം ഒരു ചെറിയ ഏരിയയിൽ വലിയ ജനമാണ് എത്തുന്നത്. അതിനനുസരിച്ചുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും കുറെ കൂടി ജനങ്ങളുടെ കൂടി സഹകരണം ഇതിന് പ്രധാനമാണ്. ആ സഹകരണം കൂടി പ്രതീക്ഷിക്കുന്നു. കാർണിവലിന്റെ ഭാഗമായി ഒരുക്കുന്ന താൽക്കാലിക ഭക്ഷ്യ സ്റ്റാളുകളിൽ കൃത്യമായ പരിശോധനകൾ നടത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പുതുവത്സര രാവിൽ കത്തിക്കുന്ന പപ്പാനിയുടെ നിർമ്മാണം പൊതുമരാമത്ത് വകുപ്പ് പരിശോധിച്ച് സുരക്ഷ ഉറപ്പാക്കണം. പ്രദേശത്തെ വൈദ്യുതി ലഭ്യത നിലനിർത്തുന്നതിനായി KSEBിക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരക്ക് പരിഗണിച്ച് മെട്രോ, വാട്ടർ മെട്രോ, KSRTC, സ്പെഷ്യൽ പെർമിറ്റ് ലഭിക്കുന്ന സ്വകാര്യ ബസ്സുകൾ തുടങ്ങിയവ അധിക സർവീസ് നടത്തുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. വിജിത, കേരള വിഷൻ ന്യൂസ്, കൊച്ചി.